2024 കരടിന് സമാനമായി 133 വില്ലേജുകളിലായി 9993.7 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഇപ്പോഴും ESA പരിധിയിൽ തന്നെ നിലനിൽക്കുകയാണ്. ESA ബാധകമാകുന്ന വില്ലേജുകളുടെ എണ്ണം 98 കുറക്കാനും ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും ഉൾപ്പെടുന്ന 1300 ചതുരശ്ര കിലോമീറ്റർ ഒഴിവാക്കാനുമായിരുന്നു കേരളം ആവശ്യപ്പെട്ടിരുന്നത്. ഒരു പഴയ സംഭവം ഇവിടെ ഓർക്കുന്നത് നല്ലതാണ്. അത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ഘട്ടം. ആ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വലിയ തോതിൽ ആശങ്ക കേരളത്തിലാകെ ഉയർത്തിയതാണ്. അന്ന് ഹരിത MLA-മാർ എന്ന പേരിൽ ഒരു കൂട്ടര് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് സ്വീകരിച്ചയാളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. ESAയുടെ വ്യാപ്തി ഇനിയും കൂട്ടണം എന്നതായിരുന്നു അന്ന് ഹരിത MLA-മാരുടെ നിലപാട്. അതിനുശേഷം ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രായോഗികമല്ല എന്ന് കണ്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് തന്നെ കസ്തൂരിരംഗൻ കമ്മിറ്റിയെ നിയോഗിച്ചു. ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ജനവാസ മേഖലകളെ ഒഴിവാക്കാനൊരു ശ്രമമുണ്ടായി. ആ ഘട്ടത്തിൽ അതിനെയും ഇവര്, അതായത് ഹരിത MLA-മാർ ശക്തമായി എതിർക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പോൾ പല നിലപാടുകളിലും നമ്മുടെ സംസ്ഥാനത്തെ UDF സർക്കാർ മലക്കം മറിയുന്ന കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ESA വിഷയത്തിൽ ജനങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമോ എന്നതാണ് ഉയർന്നു വരുന്ന ഗൗരവമായ പ്രശ്നം.